ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോന്റെ മാസ്റ്റർ, പഴയ മോഡൽ മാസ്റ്റർ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് പൊല്യൂഷൻ ടെസ്റ്റ്, അതേപോലെ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക, ബാറ്ററി ചാർജ്, പുതിയ ബാറ്ററി വെച്ചാണ്. അപ്പോൾ അതിനകത്ത് കയറുന്ന ചാർജിൻ്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് വണ്ടി ചെറിയൊരു ഗട്ടറിൽ ചാടിയപ്പോഴും ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ആക്സിലേറ്ററൊക്കെ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്, കേബിളിൻ്റെയാണ്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് തോന്നുന്നത്. പിന്നെ മീറ്റർ വർക്ക് ചെയ്യില്ല, അതൊക്കെയാണ് മെയിനായിട്ട് തോന്നിയ പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ബാക്കിലത്തെ ടയറൊക്കെ നോക്കുമ്പോൾ പുതിയ ടയറാണ്. വീൽ ബെയറിങ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഗിയർ ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, കുറേ കൂടി അഡ്ജസ്റ്റ് ചെയ്താണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഫ്രണ്ട് വീൽ അഴിച്ചു നിർത്തിയേക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകും. ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് എന്തായാലും കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഭാഗവും നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാനാണ്. അപ്പം നിലവിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി കമ്പനി ബെൽറ്റ് കിടക്കണം, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൻഡ് എക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശരിക്കും റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചേക്കണതാണ്. അപ്പോൾ നിലവിൽ പറയത്തക്ക കംപ്ലൈൻസുകളൊന്നുമില്ല. അപ്പോൾ ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിൾ, ഈ രണ്ട് കേബിള് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. ചോക്ക് കേബിളൊക്കെ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കേബിൾ എന്തെങ്കിലും മാറ്റിയിടാം. ആക്സിലേറ്റർ കേബിൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നിലവിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൾറെഡി ആക്സിലേറ്റർ കേബിൾ ടൈറ്റാണ്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകും തോറും കേബിൾ ടൈറ്റ് കാണിക്കും. കാരണം ഞാൻ ടൈറ്റ് കൂടുതലേ കാണിക്കുള്ളൂ. ഒന്നാമത് ലോങ് ആയിട്ടുള്ള കേബിൾ, അതായത് അവിടെ തുടങ്ങി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അടിയിൽ കൂടെ വന്ന് മുകളിൽ കയറി ഇവിടം വരെ വരണം, അത്രയുള്ള കേബിളാണ്. അപ്പോൾ ടൈറ്റ് കാണിക്കുന്നതോറും ഇനി പോകുന്തോറും അത് ടൈറ്റ് കൂടുതലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ മാറ്റിയിടുന്നതായിരിക്കും ബെറ്റർ. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മീറ്റർ കേബിൾ ഓൾറെഡി വർക്കിംഗ് അല്ല. മീറ്ററിന്റെ ഡിസ്പ്ലേ ക്ലിയർ ആയിട്ട് തെളിയില്ല, പക്ഷെ എങ്കിൽ പോലും മീറ്റർ അക്കങ്ങളൊക്കെ മറയണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ചെറിയ കട്ടറി ചാടിയാൽ പോലും സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബുഷുകൾ പോയേക്കണാണ്. ഗ്രീൻ ബുഷൊക്കെ നല്ല രീതിയിൽ ഓവലാണ്. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അതേപോലെ തന്നെ ലിങ്കിന്റെ ബുഷ്, ഇതിന്റെ ഉള്ളിൽ കോപ്പർ ബുഷ് വരാം. അത് നോക്കുമ്പോൾ എത്ര ഷേക്ക് അതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടി മാറ്റിയിടാണെങ്കിൽ ആ ഭാഗം ക്ലിയർ ആയി പോകും. കോൺസെപ്റ്റ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. അതേപോലെ ഫ്രണ്ട് വീൽ ബെയറിംഗ്, ഫ്രണ്ട് ടയറിന്റെ ഡിഷ് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി പുതിയ ബാറ്ററിയാണ്. ഇതും ഇരിക്കുന്ന ബാറ്ററി 2026 ബാറ്ററി. ഇപ്പൊ കഴിഞ്ഞ ദിവസം വെച്ച ബാറ്ററിയാണ്. അതിന്റെ വോൾട്ട് വേരിയേഷൻസ് എനിക്ക് അത്ര അങ്ങോട്ട് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. ഏകദേശം നമുക്കൊരു 14.5 വരെയൊക്കെയാണ് നോർമൽ രീതിയിൽ മിനിമം നമുക്ക് കയറേണ്ടത്. അത് വന്നുണ്ട്, തീരെ കുറവൊന്നും പറയാനില്ല. മാസ്റ്റർക്ക് മറ്റേ അപേക്ഷിച്ച് പൊടിക്ക് താഴെയാണ് നിൽക്കുള്ളൂ. പക്ഷെ അതൊരു കംപ്ലൈൻസ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഞാൻ വീണ്ടും ഇപ്പോൾ ഒന്നുകൂടിയും ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ കാണിക്കാം കേട്ടോ. അതിൻ്റെ അതൊന്ന് ഡാറ്റയിൽ നമുക്ക് കയറ്റിയിടാം. ബാറ്ററിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈൻസ്, അങ്ങനെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ തരാം. പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് അതിലൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ വാട്ടർ സർവീസാണ് പറഞ്ഞത് കേട്ടോ. കൂട്ടത്തിലൂടെ പൊല്യൂഷൻ ഡിഗ്നസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ജനറൽ സർവീസ്, ആക്സിലേറ്റർ കേബിളൊക്കെ ജനറൽ സർവീസിന് പുറമെ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റണം. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാനുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ നിലവിലിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് കോമൺ ആയിട്ട് ഒട്ടുമിക്ക വണ്ടികളിലും കാർബറേറ്ററിന്റെ കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട്. നമ്മുടെ ഈ വണ്ടിക്ക് നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലൈൻറ്റ് ഇല്ല. ഞാനത് എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ മിസ്സിംഗ്